ഇതാണ് നമ്മുടെ പാകിസ്ഥാൻ ലെമൺ. നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും, നിറച്ചും കായ്ച്ചിട്ടുള്ളതും കാണാൻ പറ്റും, നല്ല വലിപ്പമുള്ള കായ്കളായിട്ടുള്ളതും കാണാൻ പറ്റും. അതുപോലെ പുതിയ പുതിയ പൂവുകൾ ഇതിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ചെറിയ കായ്കൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പുതിയ പൂവുകൾ നിറച്ചും ഇതിൽ പുതിയ പൂവുകളും ചെറിയ ചെറിയ കായ്കളും അതുപോലെ പാകമാവാനായ ചെറുനാരങ്ങയും നിങ്ങൾക്കിത് കാണാൻ പറ്റും. നല്ല ഒരു ചെടിയാണ്. നമുക്ക് വീട്ടിൽ നല്ല വെച്ച് കായ്പ്പിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു ചെറുനാരങ്ങ തന്നെയാണ് പാകിസ്ഥാൻ ലെമൺ. ചെറുതിലേ നന്നായിട്ട് കായ്ക്കും. നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് നന്നായി വളർത്തിയെടുക്കാൻ പറ്റും. ഇത് ഇപ്പോൾ നിൽക്കുന്നത് ഒരു 20 ഇഞ്ച് പോട്ടിലാണ്. ഞാൻ വെക്കുമ്പോഴേ വലിയ പോട്ടിൽ വെച്ചതാണ്. നമുക്ക് വേണമെങ്കിൽ ചെറിയ പോട്ടിൽ വെച്ച് അതിനെ വളർത്തി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, നല്ല ഭംഗിയായിട്ട് നിറച്ച് കായ്ച്ചിട്ടുള്ളത്, പുതുതായിട്ട് കായ്ക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന പൂവുകളും ചെറിയ ചെറിയ ഇത് കായ്കൾ പിടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. പറ്റുന്നവരൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു പാകിസ്ഥാൻ ലെമണിൻ്റെ തൈ വീട്ടിൽ വാങ്ങിച്ചു വെക്കുക. നിങ്ങൾക്ക് ഈ ഒരു കൊലയിൽ തന്നെ കാണാൻ പറ്റും നിറച്ചും കായ്ച്ചിട്ടുള്ളത്. ഇതിൽ നിന്നും കുറേ പറിച്ചിട്ടാണ് ഇത്രയും ബാക്കി. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതുപോലെ പുതിയ പൂവുകൾ, പുതിയ കായകൾ, പുതിയ പുതിയ കായകൾ, പുതിയ പൂവുകൾ ഇവിടെയൊക്കെ കായ്ച്ചിട്ടുണ്ട്. പുതിയ പുതിയ പൂവുകളാണ്, പുതിയ പുതിയ കായകളാണ്. നിറച്ചും ചെടി നിറച്ചും പുതിയ പൂവുകളും കായകളും നിറച്ചും ഇതിലുണ്ട്. ഇത് മുന്നേ കായ്ച്ചിട്ടുള്ള ചെറുനാരങ്ങ. ഇത് വീട്ടിൽ നിർബന്ധമായിട്ടും വെക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഈ പാകിസ്ഥാൻ ലെമൺ. ഇത് എൻ്റെ ചെടിയിൽ ആദ്യമായി പിടിച്ചിട്ടുള്ള ഒരു ചെറുനാരങ്ങയാണ്. അത് ഞാൻ പറിച്ച് വെച്ചിട്ട് അതിൻ്റെ റിവ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇത് നല്ല വളർച്ചയുള്ള ഒരു ചെടിയും കൂടിയാണ്. ഒരു മീഡിയം തൈ വാങ്ങിച്ചു വെച്ചതാണ്. ഇപ്പം നല്ല വലിപ്പമായി ഒരു 20 ഇഞ്ച് പോട്ടിൽ വെച്ച ചെടിയാണിത്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ലെയർ ചെയ്ത് 2-3 തൈകൾ ഉണ്ടാക്കാനും പറ്റും. നിറച്ചും കായ്ക്കുന്ന ഒരു ഐറ്റമാണ്. നല്ല അടിപൊളി ഒരു ചെറുനാരങ്ങയാണിത്. നമുക്ക് കട്ട് ചെയ്തിൻ്റെ ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. നമുക്ക് നല്ല സോഫ്റ്റ് സ്കിന്നാണ്. നിങ്ങൾക്കത് കട്ട് ചെയ്താൽ കാണാൻ പറ്റും. ചെറിയ വലിപ്പേ ആവും. ഈ നിറത്തിലേക്ക് പാകമായാലും ഈ നിറത്തിലേക്ക് മാറും. സോഫ്റ്റ് സ്കിന്നാണ്, കട്ടിയുള്ള സ്കിന്നല്ല. മറ്റ് ചെറുനാരങ്ങയെ പോലെ കട്ടിയുള്ള സ്കിന്നല്ല, സോഫ്റ്റ് സ്കിന്നാണ്. അത്യാവശ്യം കുരുവൊക്കെ ഉള്ള ഒരു സാധാ ചെറുനാരങ്ങ. നല്ല നിറച്ചും കായ്ക്കുന്ന ഒരു ചെടിയാണ്. നല്ല ജ്യൂസ്നെസ്സാണ്. നല്ല സോഫ്റ്റ് സ്കിന്നായിട്ട് നമുക്ക് വീട്ടിൽ നിർബന്ധമായിട്ടും വെക്കേണ്ട ഒരു ഐറ്റം ആണ്. നമുക്ക് വേറെ ഏതെങ്കിലും ചെറുനാരങ്ങ വെക്കുന്നതിലും നല്ലത് ഇത് വെക്കുന്നതായിരിക്കും. പെട്ടെന്ന് കായ്ക്കും. നിറച്ചും കായ്ക്കുന്ന ഒരു ചെടിയും കൂടിയാണ്. ഇത് വാങ്ങിച്ച് വെച്ചിട്ട് ഇപ്പം 6 മാസമായി. 6 മാസം കൊണ്ട് ഇത്രയും കായകൾ ഇതിൽ പിടിച്ചിട്ടുണ്ട്.